വാടനപ്പള്ളി UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ പെൻഷന്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓരോ കുടുംബത്തിലും നമുക്ക് നേരിട്ട് ഓരോ വിഭാഗത്തിലും അറിയാൻ സാധിക്കും. നമ്മുടെ ഒരു കൊച്ചു വീട് പണിയുന്നുണ്ടെങ്കിൽ അതിനുള്ള നികുതി വർധനവ് എത്രയാണ്, ലൈസൻസ് ഫീസ് എത്രയാണ്, പെർമിറ്റ് ഫീസ് എത്രയാണ്, അത് അതിന്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങുന്നു. അതോടൊപ്പം പെൻഷൻ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ അവർ പറഞ്ഞു വന്നിരുന്ന ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് നമ്മളല്ലേ, LDF സർക്കാരല്ലേ കൊടുത്തു തീർത്തത് എന്ന് പറയുമ്പോൾ അതിലുള്ള പൊള്ളത്തരത്തെ നമ്മുടെ MLA-മാർ തന്നെ നിയമസഭയിൽ വിവരാവകാശം കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായ ചോദ്യത്തിന് മറുപടി അവരുടെ മന്ത്രിമാർ നൽകിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇവരെന്താണ് ചെയ്തത്? ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുടിശ്ശികൾ ഉണ്ടായിരുന്നു, പെൻഷൻ വർദ്ധിപ്പിച്ചില്ല, ഞങ്ങളാണ് വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നു. ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചാൽ മതി, ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ. കാരണം അന്നത്തെ കാലത്ത് 2010 വരെയുള്ള സമയത്ത് പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള വാർഷിക വരുമാനത്തിന്റെ പരിധി എത്രയായിരുന്നു എന്ന് അന്ന് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം UDF ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കൺവീനർ PA സിദ്ദിഖുൽ അക്ബർ, KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ, DCC ഭാരവാഹികളായ KB ജയറാം, VG അശോകൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷരീഫ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി AY ഹർഷാദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ്, മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് സെക്രട്ടറി ഷീജ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AT നയന, തളിക്കുളം ബ്ലോക്കിലെ വിവിധ ഡിവിഷനിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളായ CM നൌഷാദ്, സിരി സന്തോഷ്, സുന സന്തോഷ്, ഹസീന താജുദ്ദീൻ എന്നിവർക്കും ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചടങ്ങിൽ സ്വീകരണം നൽകി.